യേശുദാസും ജയചന്ദ്രനും ബ്രഹ്മാനന്ദനുമൊക്കെ നിറഞ്ഞു നിന്നിരുന്ന 70കളിൽ പണി തീരാത്ത വീട് എന്ന ചിത്രത്തിലെ കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോട് വമിച്ച കാവ്യഭാവന എന്ന ഗാനം കേരളത്തിലെ ഒരു തരംഗമായി ആഞ്ഞടിച്ചത് പ്രിയ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലേ. ജന്മം കൊണ്ട മലയാളിയാണെങ്കിലും കർമ്മം കൊണ്ട തമിഴകത്തെ സംഗീത സാമ്രാട്ടായി വളർന്ന മെല്ലിശ മന്നൻ എന്ന തമിഴ്നാട്ടുകാർ ആദരപൂർവ്വം വിളിക്കുന്ന MS വിശ്വനാഥൻ പാടിയ ഈ ഗാനം വയലാറിന്റെ വരികളുടെ ആശയ ഗാംഭീര്യം കൊണ്ടും ആലാപന വൈവിധ്യം കൊണ്ടും വളരെ ശ്രദ്ധേയമായിരുന്നു. സ്ത്രീയുടെ സൗന്ദര്യവും കണ്ണുനീരും ദാർശനിക ഭാവത്തോടെ വിവരിക്കുന്ന ഈ പാട്ട് യേശുദാസിനെ കൊണ്ട് പാടിക്കണമെന്നായിരുന്നു സംവിധായകൻ KS സേതുമാധവന്റെ തീരുമാനം. എന്നാൽ യേശുദാസും MS വിശ്വനാഥനും തമ്മിലുണ്ടായിരുന്ന ചില സൗന്ദര്യ പിണക്കങ്ങൾ കാരണം സേതുമാധവന്റെ നിർബന്ധത്തിന് വഴങ്ങി MSV തന്നെ കണ്ണുനീർത്തുള്ളി ആലപിക്കുകയായിരുന്നു അത്രേ. തമിഴ് ചലച്ചിത്ര രംഗത്ത് വെന്നിക്കൊടി പാറിച്ച MS വിശ്വനാഥൻ സ്വതന്ത്ര സംഗീത സംവിധായകനായതിനു ശേഷം KP കൊട്ടാരക്കര നിർമ്മിച്ച ലങ്കാദഹനം എന്ന ചിത്രത്തിലൂടെയാണ് ആദ്യമായി മലയാളത്തിൽ ഇറങ്ങിയിരുന്നത്. ഈശ്വരൻ ഒരിക്കൽ വിരുന്നിനു പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ യേശുദാസ് പാടിയ ഈ പാട്ട് സ്വർഗനന്ദിനി സ്വപ്നവിരാഹിനി യേശുദാസ്, തിരുവാഭരണം ചാർത്തിവിടർന്നു തിരുവാതിര നക്ഷത്രം ജയചന്ദ്രൻ, നക്ഷത്ര രാജ്യത്തെ നർത്തനശാലയിലെ യേശുദാസ് എന്ന് തുടങ്ങിയ എല്ലാ ഗാനങ്ങളും സൂപ്പർ ഹിറ്റായതോടെ മലയാള നാട് MS വിശ്വനാഥനെ രണ്ട് കൈകളും നീട്ടി സ്വീകരിച്ചു. തുടർന്ന് മന്ത്രകോടി, ദിവ്യദർശനം, പണി തീരാത്ത വീട്, ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ, ചന്ദ്രകാന്തം, ബാബുമോൻ, യക്ഷഗാനം, പഞ്ചമി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അനേകം ഹിറ്റ് ഗാനങ്ങൾ അദ്ദേഹം മലയാള സിനിമാ ലോകത്തിന് സമ്മാനിച്ചു. പാലക്കാട് എലപ്പുള്ളിയിൽ 1928 ജൂൺ 24 ജനിച്ച MS വിശ്വനാഥന്റെ ബാല്യകാലം ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു. ഏകലവ്യനെ പോലെ കണ്ണൂരിൽ ജോലി ചെയ്തിരുന്ന മുത്തശ്ശന്റെ വീടിനടുത്തുള്ള ഒരു അമ്പലത്തിൽ പാട്ട് പഠിപ്പിച്ചിരുന്നത് ഒളിച്ചു നിന്ന് കേട്ടുകൊണ്ടായിരുന്നു MS വിശ്വനാഥൻ തന്റെ മനസ്സിനുള്ളിലെ സംഗീതത്തെ വളർത്തിയെടുത്തത്. സംഗീതവും അഭിനയവും തലയ്ക്ക് പിടിച്ച വിശ്വനാഥൻ എന്ന ബാലൻ അങ്ങനെ തിരുപ്പൂരിലെ ജുപ്പിറ്റർ സ്റ്റുഡിയോയിലെത്തുന്നു. ജുപ്പിറ്റർ സ്റ്റുഡിയോവിലെത്തിയിരുന്ന പ്രതാപശാലികളായ സംഗീതജ്ഞരുടെ ഹാർമോണിയം തുടച്ചും തലയിൽ ചുമന്ന് നടന്നുമെല്ലാം വിശ്വനാഥൻ സിനിമയിലേക്കുള്ള വഴികൾ കണ്ടുപിടിച്ചു. പല സംഗീതജ്ഞരുടെയും സഹായിയായി പ്രവർത്തിച്ച MSV ഒടുവിൽ വയലിനിസ്റ്റായ TK രാമമൂർത്തിയുമായി ചേർന്ന് 1953 പണം എന്ന ചിത്രത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചുകൊണ്ട് തന്റെ സംഗീത ജൈത്രയാത്രയ്ക്ക് തുടക്കം കുറിച്ചു. MGR നായകനായി ഒരേ സമയം മലയാളത്തിലും തമിഴിലും നിർമ്മിച്ച ജെനോവിയിൽ സംഗീത സംവിധായകനായി MS വിശ്വനാഥനും ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ സംഗീത വൈഭവം മലയാളക്കരയിലേക്ക് ഒരു പൂന്തന്നൽ പോലെ എത്തുന്നത് ലങ്കാദഹനത്തിലൂടെ തന്നെയാണ്. 1973 പുറത്തിറങ്ങിയ പാറപ്പുറത്തിന്റെ പണിതീരാത്ത വീട് എന്ന ചിത്രത്തിലെ സുപ്രഭാതം എന്ന ഗാനത്തിന് ജയചന്ദ്രന് മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം ആദ്യമായി ലഭിക്കുന്നത് MS വിശ്വനാഥന്റെ സംഗീത വൈഭവത്തിലൂടെയായിരുന്നു. അരനൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇന്നും ജയചന്ദ്രന്റെ ഏറ്റവും മനോഹരമായി വിലയിരുത്തപ്പെടുന്നത് വിശ്വനാഥൻ സംഗീതം സംവിധാനം നിർവഹിച്ച സുപ്രഭാതം തന്നെയാണ്. ശ്രീകുമാരൻ തമ്പി രചനയും സംവിധാനവും നിർവഹിച്ച ചന്ദ്രകാന്തം എന്ന ചിത്രത്തിലൂടെ MSV വീണ്ടും ഗായകനായി എത്തിക്കൊണ്ട് സംഗീത പ്രേമികളെ ആവേശം കൊള്ളിച്ചു. ഹൃദയവാഹിനി ഒഴുകുന്ന നീ മധുരസ്നേഹ തരംഗിണിയായി എന്ന മനോഹര ഗാനത്തിന്റെ ഹൃദയതാളം ഇന്നും ഒരേ മധുരസ്നേഹ തരംഗിണിയായി ഓർമ്മകളിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. സ്വർണഗോപുര നർത്തക ശില്പം, കണ്ണിന് സായുജ്യം, നിൻരൂപം, ദിവ്യദർശനം, വീണപ്പൂവേ, കുമാരനാശന്റെ വീണപ്പൂവേ, ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ, നാടൻ പാട്ടിന്റെ മടിശീല കിലുങ്ങുമേ, നാട്ടിൻ പുറത്തൊരു യുവതി, ദൈവം തന്ന വീട്, വീടെനിക്ക്, നിഷീധിനി നിഷീധിനി, തൃപ്രയാറപ്പ ശ്രീരാമ, അയലാ പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, ആ നിമിഷത്തിന്റെ നിർവൃതിയിൽ ഞാൻ ഒരു ആവണിത്തെന്നലായി മാറി എന്നിങ്ങനെ MS വിശ്വനാഥൻ സംഗീതം പകർന്ന ഗാനങ്ങൾ മലമ്പരൻ എഴുതിയ മലയാള കവിത പോലെ തന്നെ മനോഹാരിത ചൊരിയുന്നതായിരുന്നു. സാമാന്യ വിദ്യാഭ്യാസം പോലും ലഭിച്ചില്ലെങ്കിലും തന്നെ മഹത്തായ സംഗീത പാഠവും കൊണ്ട് ദക്ഷിണേന്ത്യയാകെ പരിലസിച്ച ഈ സംഗീത ആചാര്യൻ 2015 ജൂലൈ 14 കാല യവനകൾക്കുള്ളിൽ മറഞ്ഞു. മഹാപ്രതിഭയ്ക്ക് മുന്നിൽ പ്രണാമം.